എല്ലാ സുഹൃത്തുക്കളെയും ലൈഫ് വിഷനിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം ചെയ്യുന്നു. ഞാൻ GK തുമ്പക്കാരൻ. ഇന്നത്തെ സുപ്രഭാതം നമ്മളെ ഓർമ്മിപ്പിക്കുന്നത് വെറുതെ കിട്ടുന്ന ഒന്നിനും ഒരു വിലയും ഉണ്ടാവില്ല. ഒപ്പം എളുപ്പത്തിൽ നേടിയെടുക്കുന്ന ഒന്നിനും ഒരു സംതൃപ്തിയും ഉണ്ടാവില്ല. പെട്ടെന്ന് അടുക്കുകയും അതിലും വേഗം അകലുകയും ചെയ്യുന്ന ഒരു കാലഘട്ടത്തിലാണ് നാം ജീവിക്കുന്നത് എന്ന് ഓർത്താലും ആത്മാർത്ഥതയ്ക്ക് വിലയുള്ള കാലമാകെ കഴിഞ്ഞു. ആർക്കും വലിച്ചെറിയാൻ പാകത്തിന് ആരിലേക്കും വലിഞ്ഞു കയറി ചെല്ലാതിരിക്കുക. എത്ര പ്രയാസങ്ങൾ ഉണ്ടായിരുന്നാലും അടുത്തുള്ള ബന്ധുക്കളിലേക്ക് സഹായം അഭ്യർത്ഥിച്ച് പോകാതിരിക്കുക. മറിച്ച് ഏറ്റവും അടുപ്പമുള്ള ബന്ധുക്കൾ ആണെങ്കിൽ നിങ്ങളുടെ ബുദ്ധിമുട്ടുകൾ നിങ്ങൾ പറയാതെ തന്നെ അവർ അറിഞ്ഞ് നിങ്ങളിലേക്ക് എത്തപ്പെടും. മക്കളെ വളർത്തുമ്പോൾ ദാരിദ്ര്യം അറിഞ്ഞ് വളർത്തുക. മാതാപിതാക്കൾക്ക് ഇല്ലാത്ത സൗകര്യങ്ങൾ കഷ്ടപ്പെട്ടുണ്ടാക്കി ആ ദരിദ്രം മക്കളെ അറിയിക്കാതെ വളർത്തിയാൽ നാളെ ആ മക്കളിൽ നിന്നും മാതാപിതാക്കൾ പ്രതീക്ഷിക്കുന്ന യാതൊന്നും ലഭിക്കില്ല. മറിച്ച് മക്കൾ അച്ഛൻ്റെയും മാതാപിതാക്കളുടെ ബുദ്ധിമുട്ടുകൾ അറിഞ്ഞാണ് വളരുകയും പഠിക്കുകയും ചെയ്യുന്നെങ്കിൽ ആ മക്കളിൽ നിന്നും എപ്പോഴും എല്ലായ്പ്പോഴും മാതാപിതാക്കളെക്കുറിച്ചുള്ള ഓർമ്മയുണ്ടാകും. അവരെ സ്നേഹിക്കാൻ അവർ മറക്കാതിരിക്കും. അങ്ങനെ അല്ലാത്ത കുട്ടികളിൽ നിന്നും മാതാപിതാക്കൾക്കും സമൂഹത്തിനും മോശമായ റിസൾട്ടേ കിട്ടാറുള്ളൂ. ആയതിനാൽ പ്രത്യേകിച്ച് മാതാപിതാക്കൾ ശ്രദ്ധിക്കേണ്ടത് കുഞ്ഞുങ്ങളെ കാര്യങ്ങൾ പറഞ്ഞ് അവരെ വളർത്തുക, പഠിപ്പിക്കുക, അവരെ നല്ലൊരു നിലയിൽ എത്തിപ്പിക്കുക. എങ്കിൽ മാത്രമേ അവരിൽ നിന്നും മാതാപിതാക്കൾ അർഹിക്കുന്ന ആവശ്യങ്ങൾ പ്രായമാകുമ്പോൾ ലഭിക്കുകയുള്ളൂ. ഇതെല്ലാവരും ഒന്ന് അറിഞ്ഞിരിക്കുന്നത് നന്നായിരിക്കും. കാരണം കാലങ്ങൾ മാറുമ്പോൾ മനുഷ്യനും നമ്മുടെ ജീവിതശൈലിയും നാം സ്വയം മാറിപ്പോകുന്നു. ആയതിനാൽ എന്ത് പ്രവൃത്തി ചെയ്താലും പലവട്ടം ആലോചിച്ച് ചെയ്യുക. ദുഃഖം ഒരിക്കലും അനുഭവിക്കേണ്ടി വരില്ല. സന്തോഷത്തോടെ നേരുന്നു ഈ സുപ്രഭാതവും ഈ പകലും ഈ ത്രിസന്ധ്യയും. ഒപ്പം ഇന്ന് ലോകമെമ്പാടും പിറന്നാൾ ആഘോഷിക്കുന്ന എല്ലാവർക്കും ലൈഫ് വിഷൻ ശ്രോതാക്കളുടെ ഹൃദയം നിറഞ്ഞ ജന്മദിന ആശംസകൾ. ഒപ്പം അവർക്കും നമ്മൾ അറിയുന്നവർക്കും അറിയാത്തവർക്കും എന്തെങ്കിലും ബുദ്ധിമുട്ടുകളുണ്ടെങ്കിൽ അത് അനായാസം മാറിക്കിട്ടാൻ വേണ്ടി നമുക്കൊന്നായി ഒരു നിമിഷം ജഗദീശ്വരനോടും പ്രാർത്ഥിക്കാം. ഒരിക്കൽ കൂടി നല്ലൊരു ദിവസം നേരുന്നു. കാണാം വീണ്ടും നാളത്തെ സുപ്രഭാതത്തിൽ മറ്റൊരു വീഡിയോയുമായി. ഞാൻ GK തുമ്പക്കാരൻ. താങ്ക് യു.